ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അമ്മയോട് മകള് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ലാതെ വായി പൊത്തിപ്പിടിച്ചവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക അമ്മ. അത് കഴിഞ്ഞിട്ട് അജയ് ആണെങ്കിൽ ഫോൺ വിളി. അപ്പോഴാണ് നിരഞ്ജന അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഈ സമയത്തെങ്കിലും ഫോണൊന്ന് ഓഫാക്കി വെക്കാനായിട്ട് നിരഞ്ജന പറയാം. അപ്പം നിങ്ങൾക്കറിയില്ല ഇതൊരു മരണം കഴിഞ്ഞ വീണാണെന്നൊന്ന് ചോദിച്ചോളൂ. നിരഞ്ജന ദേഷ്യപ്പെടുമ്പോൾ ഞാൻ വിളിക്കാവെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ പലരും പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കോൾ ചെയ്യുന്നത്. അവരോടൊക്കെ ദുഃഖാചരണമെന്ന് പറഞ്ഞു ഇരിക്കാൻ പറ്റില്ല. അവർക്ക് ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ. ഏതു മരണത്തിനും ഒരു ദിവസത്തെ വില മാത്രമേ ഉള്ളൂ എന്ന് അജയ് പറയുമ്പോൾ സ്വന്തം അച്ഛൻ്റെ കാര്യത്തിൽ ഇതാണ് അജയ്യുടെ മനോഭാവമെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ എന്ന് നിരഞ്ജന ഇയാളോട് ചോദിച്ചു കേട്ടോ. അപ്പം ഇന്നലകൾ ഓർത്തും ലാളിച്ചും ഒന്നും അല്ല ഞാൻ ജീവിക്കുന്നത്. നാളെ അത് മാത്രമേ ഞാൻ മുന്നിൽ കാണുന്നുള്ളൂ. നമ്മളിനി ഈ വിഷയം സംസാരിക്കേണ്ടെന്നും അജയ് നിരഞ്ജനയോട് പറയാം. എന്നാൽ വേറൊരു വിഷയത്തെപ്പറ്റി ഞാൻ സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു. അച്ഛൻ മരിച്ച രാത്രി അജയ് അച്ഛനെ കാണാൻ പോയിരുന്നില്ലേ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവനിങ്ങനെ നോക്കുക നിരഞ്ജനെ. അപ്പം ശരി, ആ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛനെ കാണാൻ പോയില്ല എന്നും പറഞ്ഞ് അജയ് പിന്മാറാൻ ശ്രമിക്കണ്ട. അച്ഛനെ കണ്ടതൊക്കെ ഇരിക്കട്ടെ, അതിപ്പോൾ അത്ര വലിയ തെറ്റാണെന്ന് ചോദിച്ചു അജയ് അന്നേരം നിരഞ്ജനയോട്. അല്ല, എനിക്ക് എൻ്റെ അച്ഛനെ കാണാനും പാടില്ലേ? അപ്പം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഏട്ടനും ഏട്ടത്തിയും അവസാനമായിട്ട് അച്ഛനെ കണ്ട കാര്യം പറയുമ്പോൾ അജയ് മാത്രം എന്താ ഒന്നും പറയാതിരുന്നത്? അപ്പം നീ തന്നെ ക്രോസ് ചെയ്യണോ? ഓ, നിയമം പഠിച്ചിട്ടുള്ള ആളല്ലേ. ക്രോസ് ചെയ്യുമ്പോൾ മനസ്സിലുള്ള കാര്യങ്ങളും കൂടി പറയണം. അപ്പം ഞാനും നിയമം പിടിച്ച ആൾ തന്നെയാണ്. പേരിന് അലങ്കാരമായി അഡ്വക്കേറ്റ് എന്ന് കൊണ്ട് നടക്കാത്തതാണെന്നും പിന്നെ അച്ഛനെ അഡ്വക്കേറ്റായി പിടിച്ചു നിർത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ട് കേസൊന്നും ഏൽപ്പിച്ചില്ല എന്ന് മാത്രമാണെന്നും പറഞ്ഞു നിരഞ്ജന. എന്ന് വെച്ചാൽ ഇനി ഒരു കൊലക്കേസ് കിട്ടിയെന്നിരുന്നാൽ നീ അത് തെളിയിക്കുമെന്നല്ലേ? അപ്പം ഞാൻ അച്ഛനെ കൊലപ്പെടുത്തിയെന്നുള്ളൊരു സംശയമല്ലേ നിനക്കുള്ളത്? ഒരാളെ ശാരീരികമായും മാനസികമായും കൊലപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യങ്ങൾ നിരഞ്ജന അന്നേരം പറയാം. ഇവനൊന്ന് ഞെട്ടി. അപ്പോൾ ഇവനിലെ കൊലയാളിയെ നമ്മുടെ നിരഞ്ജന കയ്യോടെ പിടികൂടി. അപ്പം നീ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുതെന്നും പറഞ്ഞു കിടന്ന് ഉരുളുക. ഞാൻ നിൻ്റെ ഭർത്താവാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. അജയ് അച്ഛനെ കണ്ടത് പണം ആവശ്യപ്പെട്ടുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ നടുങ്ങി. തെളിവ് ഓരോന്ന് നിരത്തി അങ്ങ് വെക്കുകയാണ് നമ്മുടെ നിരഞ്ജന. മിണ്ടാട്ട മുട്ടി അജയ് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അതൊരു ചെറിയ തുകയൊന്നും ആവില്ല നിങ്ങൾ ആവശ്യപ്പെട്ടത്. അച്ഛൻ്റെ മനസ്സ് തകർത്ത് കളയുന്ന രീതിയിലായിരിക്കും അജയ് അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടാവുക. അച്ഛൻ അത് താങ്ങാനും കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന കാര്യവും നിരഞ്ജന പറയുമ്പോൾ എത്ര ക്ലിയർ ആയിട്ട് ഇവള് കാര്യങ്ങൾ പറയുന്നതെന്ന് അജയ് അന്തം വിട്ടിങ്ങനെ കേട്ടോണ്ട് നിൽക്കുക കേട്ടോ. അച്ഛന് ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നതല്ലേ? 2 അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യൻ എന്നുള്ളൊരു പരിഗണന പോലും അജയ് അച്ഛന് നൽകിയിരുന്നില്ല. അച്ഛനെ നിങ്ങൾ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു. അജയ്ക്ക് ഭൂമിയിൽ എന്തിനേക്കാളും വലുത് പണം മാത്രമാണെന്ന നിരഞ്ജനയുടെ വാദവും ഇവൻ കേട്ട അമ്പരപ്പോടെ നിൽക്കുക. അപ്പം നീ എന്തിനീ ഒരു ഇത് മനസ്സിൽ കൊണ്ട് നടക്കണം? നീ ചെന്ന് എല്ലാവരോടും പറ. അജയ് അച്ഛനെ കൊലപ്പെടുത്തിയതാണെന്ന് ചെന്ന് പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയ് ഇങ്ങനെ പറയുമ്പോൾ നിരഞ്ജന ഇങ്ങനെ നോക്കുക. ഞാൻ അച്ഛൻ്റെ റൂമിലേക്ക് കയറി പോകുന്നതോ ഇറങ്ങി വരുന്നതോ നീ കണ്ടോ? കണ്ടെങ്കിൽ അത് ഇപ്പോൾ പറയണമെന്ന് പറയുമ്പം കണ്ടിരുന്നെങ്കിൽ രാത്രി അജയ് അച്ഛനെ കാണാൻ പോയ വിവരം ഞാൻ തന്നെ ഇവിടെ എല്ലാവരോടും പറയുമായിരുന്നു എന്ന് നിരഞ്ജന അന്നേരം ഇവനെ ഭീഷണിപ്പെടുത്തി പറയാം. പക്ഷെ സംഭവിച്ചത് അതാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്നും പറഞ്ഞു. ഞാൻ ചെന്ന് കെഞ്ചി കാല് പിടിച്ചത് കൊണ്ടോ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ ഒന്നും ഇളകുന്ന മനസ്സൊന്നും അല്ല എൻ്റെ അച്ഛൻ്റേതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്കത് എന്നേ ആകാമായിരുന്നു എന്നും അജയ് ചോദിക്കാം. അബി അമ്മ പ്രസവിച്ച മകനല്ല എന്ന് അപർണ എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറഞ്ഞപ്പോഴും കല്ലുപോലെ നിന്ന മനുഷ്യനായാള് ഞാൻ പറയുന്നത് കേട്ട് തകർന്നു പോകാനായിട്ട് നീ എന്താ ഈ പറയണേന്നൊക്കെ ചോദിക്കാം. ആ മനുഷ്യനിൽ നിന്ന് ഒരു സഹായവും കിട്ടില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞ് നിരഞ്ജന ദേഷ്യത്തിൽ നിൽക്കുക കേട്ടോ. അതെല്ലാം അറിഞ്ഞു വെച്ച് ആ മനുഷ്യനെ കണ്ട് ഞാൻ എന്തോന്ന് പറയാനാണെന്നൊക്കെയാണ് അജയ് വാദിച്ച് ജയിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് എന്ത് പ്രയോജനം എനിക്കുള്ളത്? ദിവസങ്ങൾ എണ്ണപ്പെട്ട് മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ ആയുസറ്റു പോയത് എൻ്റെ തലയിൽ ചാർത്തി തരാൻ നിൽക്കേണ്ടെന്ന് പറയുമ്പോൾ ഞാനായിട്ട് ഒന്നിനും നിൽക്കുന്നില്ല. എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ അജയോട് ചോദിച്ചു. പക്ഷെ അജയ് ഒന്ന് ഓർത്തോ, നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിനും ഓരോ ദിവസം നമ്മൾ തന്നെ മറുപടി പറയേണ്ടി വരുമെന്നുള്ളതെന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജന അവിടെ നിന്ന് പോയപ്പോൾ വേർത്ത് വിളറി അവൻ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് അച്ഛനുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെ പറ്റി അജയ് ആലോചിക്കുക. അച്ഛനോട് കോടികൾ ആവശ്യപ്പെട്ടതല്ല. ആലോചിച്ച് തല പുകഞ്ഞ് അവനിങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ജാനകി ഇറങ്ങി വരും. അതും അബിയെ കാണാതെ ഈ അബിയേട്ടനിത് എവിടെ പോയതാ എന്നും പറഞ്ഞ്
അതിലെല്ലാം തപ്പി തേടി നടക്കുക. അങ്ങനെ നോക്കിയിട്ടൊന്നും കണ്ടില്ല. ലാസ്റ്റ് അച്ഛൻ്റെ മുറിയിലേക്ക് നോക്കാമെന്നുള്ളൊരു ഇത് നമ്മുടെ ജാനകിക്ക് മനസ്സിൽ വേഗം തോന്നി. അപ്പോൾ ജാനകി അച്ഛൻ്റെ മുറി ലക്ഷ്യമായിട്ട് അങ്ങ് പോവുക. ഈ സമയത്താണെങ്കിലോ നമ്മുടെ അഭി അച്ഛൻ്റെ പേപ്പറുകളും കാര്യങ്ങളും ബുക്കുകളും എല്ലാം എടുത്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കുക. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ജാനകി വന്ന് പതുക്കെ വാതിൽ തുറഞ്ഞത് നോക്കുമ്പോൾ അഭി ആണെങ്കിൽ അച്ഛൻ്റെ പേപ്പറുകളും ഡയറികളും ഒക്കെ എടുത്ത് നോക്കുന്നത് കണ്ടു. എന്നിട്ട് പതുക്കെ ജാനകി ആ റൂമിലേക്ക് കയറി ചെന്നു കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറി ചെന്നപ്പോൾ അഭിയേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചു. പെട്ടെന്ന് അഭി ഞെട്ടിപ്പോയി. ജാനകി വന്നതുപോലെ അഭി കണ്ടിരുന്നില്ല. അല്ല നീ എന്താ ഇങ്ങോട്ട് വന്നത്? അല്ല അത് തന്നെ ഞാനും ചോദിക്കുന്നേ. ആ സമയത്ത് അച്ഛൻ്റെ റൂമിൽ വന്ന് അഭിയേട്ടൻ എന്താ ഇവിടെ നീ തിരയണേ? അത് പിന്നെ എനിക്ക് നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഇതെന്താ അഭിയേട്ടാ? ആ പേപ്പറും കാണിക്കാൻ പറഞ്ഞോണ്ട് ആ ഫയൽ എടുത്ത് ജാനകി നോക്കുക. ഫയൽ നോക്കിയപ്പോൾ ഇതിനകത്തൊന്നും കണ്ടില്ല. ഇതിൻ്റെ കാലാവധിയൊക്കെ എന്നേ കഴിഞ്ഞതാ എൻ്റെ അഭിയേട്ടാന്ന് പറഞ്ഞു ജാനകി ഇങ്ങനെ പറയാം. അഭി ഇങ്ങനെ നിന്ന് വിളറുക. അപ്പോൾ അഭിയേട്ടന് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആണ് തിരയുന്നതെങ്കിൽ പകൽ സമയത്ത് അത് തിരഞ്ഞൂടെ? അതിപ്പോൾ ഈ പാതിരാത്രിക്ക് തന്നെ വേണോ എന്ന് ജാനകി ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ല അത് പിന്നെ എനിക്ക് പിന്നെ കിടന്നിട്ടേ ഉറക്കം വന്നില്ല, അതാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് അഭി ജാനകിയോട് പറയാം. നോക്കുമ്പോൾ പേപ്പറുകൾ മുഴുവൻ കട്ടിലേൽ വാരിയിട്ടിരിക്കാം. അപ്പോൾ എല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ടല്ലോ. അഭിയേട്ടൻ എന്താ തിരയുന്നത് അത് എന്നോടും കൂടി പറ, ഞാനും നോക്കാൻ കൂടാമെന്നിങ്ങനെ ജാനകി അഭിയോട് പറഞ്ഞു. അഭി അന്നേരം ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കാം. ഇനിയിപ്പോൾ ഇവിടെ നോക്കാനൊന്നുമില്ല, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പോകാൻ നോക്കുന്നു. അപ്പോഴും ജാനകിക്ക് എന്തോ ഡൗട്ട്. ഞാൻ വന്നപ്പോൾ അഭിയേട്ടൻ തെരച്ചിലും കാര്യങ്ങളൊക്കെ നിർത്തിയല്ലോ, അതെന്താ കാര്യം? അഭിയേട്ടൻ്റെ മുഖത്ത് എന്താ ഭയങ്കര ഒരു ടെൻഷൻ. കാര്യം പറ അഭിയേട്ടാ, എന്താ ഞാൻ അറിയാൻ പാടില്ലാത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണോ? അപ്പം നീ അറിയാൻ പാടില്ലാത്തതായിട്ട് എന്താ അച്ഛനിവിടെ സൂക്ഷിക്കുന്നത്? അങ്ങനെ എന്താ ഉള്ളത്? ഇത് മറ്റൊരു ഫയലാ, നിനക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നതാ. അതും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണെന്ന് പറയുമ്പോൾ കിടന്ന് ഉരുണ്ട് കളിക്കുക. അത് എന്തിൻ്റെ ഫയലാണെന്നൊന്ന് പറഞ്ഞുകൂടെ അഭിയേട്ടന്? എൻ്റെ പൊന്നെ, നീ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് കാര്യമാണ് ജാനകി ഉള്ളത്? ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു ജാനകിയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുക അഭി. പക്ഷെ ജാനകിക്ക് ഇല്ല എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. ഈശ്വര, ജാനകി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ജാനകിയോട് ഇനിയിപ്പോൾ കാര്യങ്ങളൊന്നും തുറന്ന് പറയാനും പറ്റില്ല. അവൾക്കാണെങ്കിൽ മൊത്തത്തിലൊരു സംശയമുണ്ട്. അവൾക്ക് വെറുതെ മോഹം കൊടുക്കാൻ പാടില്ല, സത്യങ്ങൾ അറിയാതെ ഞാൻ ഒന്നും ചെയ്യാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ അവിടെ ചിന്തിക്കുക. ജാനകി ആ മുറിയിൽ ഇരുന്ന് ആലോചന തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ തമ്പി അവിടെ ഫുഡ് കഴിക്കാനിരിക്കുക. അപ്പോഴേക്കും മകളച്ഛന് വിളമ്പി കൊടുക്കുക. ഇതെന്താടി മോളെ വേറെ ആരും ഫുഡ് കഴിക്കാൻ വരാത്തത്? ഭക്ഷണം കഴിക്കാതിരുന്നാൽ അവൻ്റെയൊക്കെ ചത്തുപോയ തത്ത തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിക്കുക ഈ തമ്പി. ഒന്ന് പതുക്കെ പറയും എൻ്റെ അച്ഛാ, ഇത്രയും നേരമായിട്ടും അമലൊരു ഒന്നും കഴിച്ചിട്ടില്ല. ഇനി ഏട്ടൻ വല്ലതും കഴിച്ച് കാണണം. അതുവരെ അമലിൻ്റെ ഉപവാസം ഇങ്ങനെ നീണ്ടിരിക്കും. അവനൊരു വെറും മണ്ടനാണെന്നുള്ളതിനും പ്രത്യേകിച്ച് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അഭിക്ക് ആവശ്യമുള്ളതൊക്കെ കൃത്യസമയത്ത് അവൻ്റെ ഭാര്യ റൂമിലെത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മണ്ട ശിരോമണിക്ക് ഇത് വല്ല അറിയാവോ എന്നും പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടോണ്ടാണ് നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. ജാനകി ഇവരെ രണ്ടുപേരെയും തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അപർണ അച്ഛത് ജാനകി വന്ന് നിൽപ്പുണ്ടെന്ന് പതുക്കെ പറയാം. അപ്പം തമ്പി ഇങ്ങനെ നോക്കിയിട്ട് എന്നും പറഞ്ഞുകൊണ്ട് തലയാട്ടിക്കൊണ്ടിരുന്ന് ഇങ്ങനെ വെട്ടി വിഴുങ്ങിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്. ഇതൊക്കെ കേട്ട് ജാനകി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് അബദ്ധമായി എന്ന് അപർണയ്ക്ക് മനസ്സിലായി. അച്ഛൻ കൂടി പോയാൽ പിന്നെ ഇവിടെ ആരാ ഉള്ളത്? ചടങ്ങുകളൊക്കെ കഴിയുന്നത് വരെ ആളുകൾ വന്നും പോയി ഒക്കെ ഇരിക്കുമെന്നും പറഞ്ഞ് ജാനകി കേൾക്കാൻ വേണ്ടി അപർണ ഭയങ്കര ഡയലോഗ് ഇറക്കുക. അപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ പോകാനും മനസ്സൊന്നും അനുവദിക്കുന്നില്ലടി മോളെ. സൂര്യ പോയില്ലേ, കയറി വരുന്നവരെ ക്ഷണിച്ചെത്തി 2 വാക്ക് പറയാൻ ഞാനല്ലാതെ പിന്നെ ഇവിടെ വേറെ ആരാ ഉള്ളത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗ്. മരുമക്കളുടെ തന്തയായിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞവൻ കുത്തി ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപർണ അന്നേരം ഭയങ്കര പതിവ്രതയായ മരുമകളായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. ഉണ്ണിത്താനാണെങ്കിൽ കോടതിയും കേസും ഒന്നും കഴിഞ്ഞ സമയമില്ല. നിന്നെ ഓർത്തിട്ട് തന്നെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചായി തമ്പിയുടെ ഇത്. അപ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ടായാലേ പറ്റൂ. ഒരു വിശേഷവും മരണവും ഒക്കെ വരുമ്പോഴാണ് സ്വന്തക്കാരുടെ വിലയൊക്കെ അറിയുന്നതെന്നൊക്കെ പറഞ്ഞ് അപർണ ഇങ്ങനെ പറയും കേട്ടോ. ഓർഫണേജിൽ നിന്ന് ആരെയും കൊണ്ടുവന്ന് നിർത്താനൊന്നും പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ അപർണ പറയുമ്പോൾ ജാനകി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ജാനകിയോടെ ഒന്ന് നിന്നേ എന്നും പറഞ്ഞവൻ സൂര്യയുടെ മുന്നിൽ വെച്ച് അന്ന് നീ എൻ്റെ അടുത്ത് കിടന്ന് ഷോ കാണിച്ചിട്ട് ഇപ്പം എന്തായി എന്ന് ചോദിക്കുമ്പം ഷോ കാണിച്ചത് നിങ്ങളല്ലേ എന്ന് ജാനകി തിരിച്ചു ചോദിച്ചു. അച്ഛനെതിരെ ആരെന്തു പറഞ്ഞാലും ഞാനത് കേട്ട് നിൽക്കില്ല എന്ന് ജാനകി പറയുകയും ചെയ്തു. എങ്ങനെയാടി നിനക്ക് സൂര്യ അച്ഛനായത് എന്ന് തമ്പി ചോദിക്കുന്നു. അബിയുടെ അച്ഛൻ സൂര്യയാണെന്ന് പറഞ്ഞു കേട്ടിട്ടല്ലേ നീ അവനെ അച്ഛാന്ന് വിളിച്ചത്? അച്ഛ എന്ന് വിളിച്ചാലേ അയാളുടെ സ്വന്തം ചോരയിൽ ജനിക്കണം, അല്ലാതെ കണ്ടവനെ അല്ല അച്ഛ എന്ന് കയറി വിളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അപർണ നിന്ന് ഭയങ്കര ചിരിയാണ്. ജാനകിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്.
മരുമകൾ ഒരു ഭംഗിവാക്കിന് വിളിക്കുന്ന വിലയെ നിന്റെ അച്ഛനും വിളിക്കത്തുള്ളൂ, അറിയാവോ നിനക്കെന്നൊക്കെ ചോദിച്ചോണ്ടായി തമ്പിയുടെ ഡയലോഗുകൾ. അച്ഛൻ പറഞ്ഞു 100% ശരി തന്നെയാ. ആ ഹോസ്പിറ്റലിലെ നേഴ്സും അച്ഛാന്ന് വിളിക്കുന്നത് കേട്ടു. അങ്ങനെ വിളിക്കാൻ തുടങ്ങിയ കാണുന്നവരൊക്കെ അച്ഛന്മാർ തന്നെയാണെന്നും പറഞ്ഞ് ഈ അപർണ പറഞ്ഞു. അപ്പോൾ തമ്പി ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നു. അച്ഛനും മോൾക്കും എന്ത് സുഖമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്ന് എനിക്ക് അറിയില്ലെന്ന് നമ്മുടെ ജാനകി അന്നേരം പറഞ്ഞു കേട്ടോ. പിന്നെ ജന്മം തന്നതുകൊണ്ട് മാത്രം ഒരാൾ അച്ഛനാവില്ലെന്നും പിന്നെ അങ്ങനെ അച്ഛ എന്ന് വിളിക്കുന്നവരുടെ കൂട്ടത്തിലെ നീ പറഞ്ഞവർ പെടത്തുള്ളൂ എന്ന കാര്യം അപർണയോട് ജാനകി ഇങ്ങനെ പറയുന്നു. ഒരു മരണവീടാണെന്ന് പോലും ഓർക്കാതെ തമ്പിയും മോളും അഴിഞ്ഞാടും അവിടെ കിടന്ന് ഒരാൾ അച്ഛനാകുന്നതേ കർമ്മം കൊണ്ടാണെന്നും ജാനകി ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് പുച്ഛം. കർമ്മം കൊണ്ട് അച്ഛനായ ഒരാൾ എനിക്കും ഉണ്ടെന്നും അതാണ് സൂര്യനാരായണൻ എന്ന് എൻ്റെ അച്ഛനെന്നും ജാനകി ഇങ്ങനെ ഇവരോട് പറഞ്ഞു. പിന്നെ നാളെ എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുവൻ കയറി വന്നാലും നാളെ എനിക്കും അവൻ ആരും അല്ലാതെ ആകും എന്ന് ജാനകി ഇവൻ്റെ മുഖത്ത് നോക്കി പറയാം. തമ്പി ഇതൊക്കെ കേട്ട് തലയാട്ടി ഇങ്ങനെ ഇരിക്കാം. ഒന്നുമില്ലെങ്കിലും കെട്ടടങ്ങി ആ ചെതയിലെ ചാരമായി കിടക്കുന്നത് നിന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ്റെ അച്ഛനല്ലേ എന്ന് അപർണയോട് ചോദിക്കുക കേട്ടോ ജാനകി. ആ ചിത മൂടുന്നത് വരെയെങ്കിലും നീ ഒന്ന് അടങ്ങാൻ ജാനകി ഇവളോട് പറഞ്ഞു. നിനക്ക് വിഷം ചീറ്റാൻ ജാനകി ഈ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്നും ജാനകി അപർണയെ വെല്ലുവിളിക്കുക. അതും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അപ്പനും മോളും കൂടി ഇങ്ങനെ ജാനകി എത്തി വലിഞ്ഞിങ്ങനെ നോക്കുക. എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വെട്ടി വിഴുങ്ങലിന് ഒരു കുറവുമില്ല തമ്പിക്ക്. കൊടുത്തത് മുഴുവനും മൂക്ക് മുട്ട കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കാം. ഈ സമയത്ത് അപർണ വന്ന അമ്മ കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ലെന്നാ ഞാൻ അന്വേഷിച്ചപ്പോൾ മഞ്ജു പറഞ്ഞത്. എന്തെങ്കിലും അസുഖം വരുത്തി വെക്കാനാണോ അമ്മയുടെ ഭാവം എന്നൊക്കെ ചോദിച്ചു തന്നു. എനിക്കിനി എന്താ വേണ്ടത്, ആർക്കും ഭാരമാകാതെ ഒന്ന് പോയി കിട്ടിയാൽ മതിയെന്ന് അമ്മ പറയുന്നത് കേട്ടപ്പം എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മയുടെ മക്കൾ ജീവിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അമ്മ അത് കണ്ടില്ല എന്ന് ഭാവിക്കുകയാണോ എന്ന് അപർണയുടെ വകയെ വലിയ ഡയലോഗ്. അമ്മ മുത്തശ്ശിയെ നോക്കിക്കേ, അച്ഛൻ പോയിട്ടും അവരുടെ കാര്യത്തിൽ ഒരു കുറവും ഇതുവരെ വന്നിട്ടില്ല. മഞ്ജുവിനെ കൊണ്ട് കൃത്യസമയത്ത് ഇൻസുലിൻ അവർ കുത്തിവെപ്പിക്കുന്നുണ്ട്. നേരത്തെ ഭക്ഷണവും അവർ കഴിക്കുന്നുണ്ട്. കുറവായിട്ടുള്ളത് മധുരം മാത്രം. അത് ആരെ കൊണ്ടെങ്കിലും അവർ വാങ്ങിച്ച് കഴിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണെന്ന കാര്യവും പറഞ്ഞു. പിന്നെ അത്രത്തോളം വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അമ്മയെ ഞങ്ങൾക്ക് വേണം. അമ്മയുടെ കൂടെയല്ലേ ഞങ്ങൾക്ക് ജീവിക്കാനാകുമെന്നൊക്കെ അപർണ ചോദിച്ചപ്പം ഇനി അതിനൊന്നും ആരും കാത്തു നിൽക്കേണ്ട. അച്ഛൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് ഓരോരുത്തർക്കായിട്ട് ഇവിടുന്ന് പടി ഇറങ്ങി പോകാമെന്ന് പറയുമ്പോൾ അതുണ്ടാകാതിരിക്കാനല്ലേ എൻ്റെ അച്ഛനും മുത്തശ്ശിയും അമ്മയെ മാറി മാറി ഉപദേശിക്കുന്നത്. വീട് അമ്മയ്ക്ക് എഴുതി തരാൻ അഭിയേട്ടനോട് പറയുന്നതിൽ എന്ത് അഭിമാനക്ഷതവ ഉള്ളതെന്നൊക്കെ ചോദിച്ച് അമ്മയ്ക്ക് സ്വന്തമാക്കി വെച്ച് അനുഭവിക്കാനായിട്ടൊന്നും അല്ലല്ലോ. തറവാട്ടിലെ മറ്റു മക്കൾക്കും കുറേ കാലം ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ അപർണ ഇങ്ങനെ നൈസായിട്ട് പ്രഭാവതിയെ ഇതാക്കുക. അപ്പോൾ ഒരു കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴല്ലേ അമ്മേ കുടുംബമായി എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കാലം വരുമ്പോഴല്ലേ മക്കൾ വേറൊരു കൂട് തേടി പോവേണ്ടതായിട്ടുള്ളൂ എന്നൊക്കെ അപർണ ഭയങ്കര ന്യായം പറച്ചില്ല. ഞാനീ പറയുന്നത് ശരിയല്ലേ അമ്മേ? നീ പറയുന്നത് അതെല്ലാം ശരികളൊക്കെ തന്നെയാ. പിന്നെ അമ്മ പറയാൻ എന്തിനാ മടിക്കുന്നത്? അമ്മയ്ക്ക് പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഇവിടെ വേറെ ആളുകളുണ്ട്, നമുക്ക് അവരെ കൊണ്ട് പറയിപ്പിക്കാം. ഞാൻ തന്നെ വേണമെങ്കിൽ വിഷു എടുത്തിടാം, എന്താ അത് പോരെ? അച്ഛൻ്റെ 16 ഒന്ന് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് വീട് എങ്ങനെ അഭിയിൽ നിന്ന് അവകാശപ്പെടാനാകും എന്ന് പുള്ളിക്കാരി അന്നേരം ചോദിക്കുക. ഇത് അവൻ്റെ അച്ഛൻ എഴുതി കൊടുത്ത സാധനമാണെന്നും അതിൽ എനിക്കൊരു അവകാശമില്ലെന്നും പ്രഭാവതി പറയാം. മകന് പിതാവ് കൊടുക്കുന്ന ഷെയർ അവൻ്റെ അച്ഛന് മൂത്ത മകൻ അവൻ തന്നെയാണെന്ന കാര്യങ്ങൾ ഇങ്ങനെ പുള്ളിക്കാരി പറഞ്ഞു. അപ്പം പറഞ്ഞ തലയാട്ടി നിൽക്കും അപർണ. അവനെ വളർത്തിയതിൻ്റെ കണക്കും പറഞ്ഞ് ഞാനത് ആവശ്യപ്പെട്ടാൽ ഞാൻ ഇതുവരെ പറഞ്ഞതിനും ചെയ്തതിനും എന്ത് ആത്മാർത്ഥതയാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുവാണ്. അത്രത്തോളം പ്രഭാവതി അധപ്പതിച്ചു പോവില്ലെന്നും പ്രഭാവതി അങ്ങ് പറയണം. മക്കൾക്ക് ജീവിക്കാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞു, അവർ അതുകൊണ്ടങ്ങ് ജീവിക്കട്ടെ എന്നാണ് പ്രഭാവതി പറഞ്ഞത്. കാലം കഴിഞ്ഞ് ഞാനെന്തിനീ ദുരാഗ്രഹം കൊണ്ട് നടക്കണമെന്നും പ്രഭാവതി ഇവളോട് ചോദിക്കുക. പിന്നെ ആരുടെയും ഒരു ഭിക്ഷയും എനിക്ക് വേണ്ട എന്നും ഇനിയുള്ള എൻ്റെ ജീവിതവും അങ്ങനെ തന്നെയായിരിക്കുമെന്നും പ്രഭാവതി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുക അപർണയുടെ മുന്നിൽ നിന്ന്. അപർണ ചൂളി ഇങ്ങനെ നിൽക്കുകയാണ്. പ്രഭാവതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഈ തള്ളയ്ക്ക് തന്നെ ഇത് ഇങ്ങനെയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപർണ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ അബിയുടെ അരികിലേക്ക് ജാനകി ചെന്നിട്ട് തമ്പിയുടെ ഇവിടുത്തെ സംസാരത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോയി ശരിയാവില്ല, ഞാൻ അവിടെ ചെന്നാൽ എന്തെങ്കിലും പറഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നത്. ചടങ്ങുകളൊക്കെ ഒന്ന് കഴിയട്ടെ, അതോടെ അയാളുടെ ഭരണം ഞാൻ തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മരുമക്കളുടെ ബന്ധുക്കളായി അയാൾ മാത്രമേ ഉള്ളെന്നാണ് അയാളുടെ പറച്ചിലെന്നും അതെന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായെന്നും ജാനകി ഇങ്ങനെ അഭിയോട് പറയുമ്പോൾ ഇതൊക്കെ കേട്ടോ അഭി പല്ലെറുമി ഇരിക്കുക.
അയാളുടെ അറിവില്ലായ്മ കൊണ്ട് അയാൾ പറയുന്നതല്ലേ, നീ ക്ഷമിക്കാൻ പറഞ്ഞു. അതെങ്ങനെ ഒരു അറിവില്ലായ്മയാകും അഭിയേട്ടാ? ബന്ധുക്കളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് മരണം പോലുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴല്ലേ എന്ന് ചോദിച്ചു. അപർണയ്ക്കും നിരഞ്ജനിക്കും അവരവരുടെ അച്ഛനുണ്ട്. അവസാനം വരെ എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുത്തിട്ടാ നിരഞ്ജനയുടെ അച്ഛനും പോയതെന്ന കാര്യവും പറയുവാണ്. പിന്നെ മറ്റുള്ളവർ അനാഥയെന്ന് പരിഹസിച്ച എനിക്ക് ഭർത്താവുണ്ട് എന്ന് പറയാം. ഭർത്താവിൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഒറ്റപ്പെട്ടു പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ജാനകി അഭിയോട് തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞിങ്ങനെ കരയുക. പിന്നെ തൻ്റെ അച്ഛനെ പറ്റി അമ്മയെ പറ്റിയൊക്കെ പറയുക കേട്ടോ. അപ്പം നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എന്നെ മറന്നല്ല സംസാരിക്കുന്നതെന്നൊക്കെ അഭി ചോദിക്കുമ്പം എനിക്ക് എൻ്റേതായ ഒരു മനസ്സില്ല അഭിയേട്ടാ, അതിൽ വേദനകളില്ലേ അഭിയേട്ടാ, എൻ്റെ അസ്തിത്വം അതെനിക്ക് പറയാനുണ്ടോ? എന്ത് അസ്തിത്വം എനിക്കുള്ളത്? ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴും ഒരു ഉടല് മാത്രം മതിയോ എന്ന് ചോദിച്ചു. അഭിയേട്ടൻ എന്താ അതൊന്നും ആലോചിച്ച് നോക്കാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജാനകി ഇങ്ങനെ അഭിയോട് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കുക. അഭിക്കൊന്നും പറയാനില്ല. ജാനകി തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ മുഴുവനും പറഞ്ഞ് തീർത്ത് മുറിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ജാനകി എന്ന് പറഞ്ഞ് അഭി പിന്നിൽ നിന്ന് വിളിച്ചു. അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾ കഴിയുന്നതുവരെ നീ ഒന്ന് കാത്തിരിക്കാൻ പറഞ്ഞു. ജാനകി അനാഥയല്ലെന്നും ഞാൻ അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്ന് അഭി ജാനകിയോട് സത്യം പറയുന്നു. അതും പറഞ്ഞ് അഭി ഇങ്ങനെ നിൽക്കുമ്പോൾ ജാനകി അവിടുന്ന് പോയി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.